ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ മതിയാവും. അതിന് കേന്ദ്രമന്ത്രി ആയാലും ശരി, സിനിമാ നടനായാലും ശരി. സുരേഷ് ഗോപിയെ എങ്ങനെ ഇത്ര അപഹാസ്യനായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. ആദ്യമൊക്കെ തിരഞ്ഞെടുത്ത പാർട്ടിയുടെ പേരിൽ മാത്രമായിരുന്നു സുരേഷ് ഗോപിയെ എല്ലാവരും ട്രോൾ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആ പാർട്ടിയുടെ പ്രധാന സ്ഥാനത്തിരുന്നുകൊണ്ട് കാണിച്ച കോമാളിത്തരങ്ങളുടെ പേരിൽ നടൻ മാത്രമായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ പ്രശസ്തനാവുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസത്തെ കള്ളവോട്ട് മാമാങ്കത്തിന് ശേഷം ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വന്തം മണ്ഡലമായ തൃശ്ശൂരിലെത്തുകയുണ്ടായി. 27 ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി സ്വന്തം മണ്ഡലത്തിലെത്തിയത്. പോലീസ് സുരക്ഷ കൂടാതെ BJP പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടെയാണ് തൃശ്ശൂർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. കാത്തുനിന്ന BJP പ്രവർത്തകർ ധീര വീര സുരേഷ് ഗോപി ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചിട്ടും കഴിഞ്ഞ മാസം വന്നിറങ്ങിയ ആ ഒരു ചൊറുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനില്ല എന്ന് വേണം പറയാൻ. പഴയ ആഠ്യത്വമില്ല, പാൽപുഞ്ചിരിയില്ല, എന്തിന് മുഖത്ത് ചോരമയം പോലുമില്ല എന്നാണ് കേട്ടത്. എങ്ങനെ ഉണ്ടാവാനാണ്? ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ പ്രൗഢിയും ഒറ്റ ദിവസം കൊണ്ടല്ലേ തകർന്നു വീണത്. അതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങളെ തമ്പുരാൻ തീണ്ടാപ്പാടകലെ നിർത്തിയത്. ഇന്നലെ സംഭവം അറിഞ്ഞപ്പോൾ മൂടിക്കെട്ടിയ തൃശ്ശൂരിലെത്തിയിട്ടും അദ്ദേഹം തുറന്നിട്ടില്ല. ആകെ സംസാരം BJP പ്രവർത്തകരോട് മാത്രമാണ്. ആവർത്തിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അല്ല, പുള്ളിയെ മാത്രം കുറ്റം പറയാൻ ഒക്കൂല. ഇത്രയും കഷ്ടപ്പെട്ട് കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് കള്ളനായാൽ പിന്നെ എന്ത് പറയാനാണ്? വരുന്നതെല്ലാം സഹിക്കുക, അത്ര തന്നെ. രാവിലെ വന്ദേ ഭാരതിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ വെച്ച് മാധ്യമങ്ങളോട് അകലം പാലിക്കുക തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തത്. പഴയതുപോലെ പുച്ഛത്തോടു കൂടിയല്ല എന്ന് മാത്രം. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ കാറിൽ കയറി വേഗത്തിൽ പോവുകയാണ് ചെയ്തത്. നേരെ പോയത് അശ്വിനി ഹോസ്പിറ്റലിലേക്കായിരുന്നു. പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള പ്രവർത്തകരെ കണ്ടു. അവരെ കുറച്ച് സമാധാനിപ്പിച്ച ശേഷം കരിയോയിൽ പ്രതിഷേധം നടന്ന MP ക്യാമ്പ് ഓഫീസിൽ സുരേഷ് ഗോപി എത്തുകയുണ്ടായി. അവിടെ കുറച്ചു നേരം ചിലവഴിച്ചു. എല്ലാം ഒരു ചടങ്ങ് പോലെ മാത്രം. സഹോദരന്റെയും ഡ്രൈവറുടെയും വോട്ട് ക്രമക്കേട്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ഉയർത്തിയത്. എന്നാൽ ഇതിലൊന്നും മറുപടി പറയാതെ ഓടുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. അതേസമയം BJP പ്രവർത്തകരുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. ക്രമക്കേട് ആരോപണം തുടക്കത്തിലെ പാർട്ടി തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും വലിയ കോമഡി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് 70,000 വോട്ടിനാണ്. ഇതിപ്പോ 11 എണ്ണത്തിന്റെ കണക്ക് മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം ശരിക്കും കിട്ടിയ വോട്ട് തന്നെയല്ലേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഹേ മിസ്റ്റർ, ഞങ്ങളൊക്കെ 100 രൂപ കട്ടവനെയും 50,000 കട്ടതിനെയും കള്ളൻ എന്ന് തന്നെയാണ് വിളിക്കാറ്. അല്ലാതെ ശതമാനക്കണക്ക് നോക്കി കള്ളനെ കുള്ളനാക്കൂല. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ കള്ളി വെളിച്ചത്തായി നന്നായി. അത്രയും കുറച്ച് തള്ളു സഹിച്ചാൽ മതിയല്ലോ.